Basic concepts of chemistry, part 4. Next part topic in mole concept. Then what is mole? Mole is the amount of substance containing atoms, molecules or ions. അടുത്ത പഠിക്കേണ്ട മോൾ കൺസെപ്റ്റ് നമ്മൾ 10th പഠിച്ചതാണ്. മറ്റേ CBSE കുട്ടികളാണ് 9th കേട്ടിട്ടുണ്ട് മോൾ കൺസെപ്റ്റിൽ. അപ്പോൾ വാട്ട് ഈസ് മോൾ? മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് എന്നുള്ളത്. ദെൻ യൂണിറ്റ് ഓഫ് മോൾ ഈസ് മോൾ. സ്പെല്ലിംഗ് നോക്കണം, MOL. യൂണിറ്റ് ഓഫ് മോൾ ഈസ് മോൾ. ദെൻ 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. Then this number is called Avogadro's number. Okay, 1 mole is equal to 6.022 into 10⁻23. In the next part, how can you calculate a number of moles? The number of moles can be calculated by using the equation mass in gram by GAM or GMM. Then at the volume at STP by 22.4 liter. Next, number of molecules by Na. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത മനസ്സിലിരുന്നൊരു ഡൗട്ടാണ് വാട്ട് ഈസ് GMM എന്നുള്ളത്. GMM മീൻസ് നെക്സ്റ്റ് നമ്മളിപ്പോൾ പറയുന്നത് അടുത്ത് പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. വാട്ട് ഈസ് GMM എന്നുള്ളത്? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയും. അപ്പോൾ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്? 3 ഇക്വേഷൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദാറ്റ് ഈസ് മാസ് ഇൻ ഗ്രാം ബൈ GMM ഓർ വോളിയം അറ്റ് STP ബൈ 22.4 ലിറ്റർ ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ Na. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് മോൾസ് ആണ് ഇക്വേഷൻ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ട് ഈസ് അറ്റോമിക് മാസ് എന്ന് പഠിച്ചു. അറ്റോമിക് മാസ് ഇൻ യു, അറ്റോമിക് മാസ് യൂണിറ്റ്, യൂണിഫൈഡ് മാസിൽ. എങ്കിൽ ഇവിടെ പറയുന്ന വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ളത്. ഗ്രാം അറ്റോമിക് മാസ് ദാറ്റ് ഈസ് GAM മീൻസ് അറ്റോമിക് മാസ് ഓഫ് എൻ എലമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ് ഓർ GAM. നിങ്ങളവിടെ ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14, so its gram atomic mass is 14 gram. Then this 14 gram represents 1 GAM of nitrogen, that is equal to 6.022 into 10⁻23 atoms. എങ്ങനെയാണെങ്കിൽ യൂസിങ് GAM number of moles can be calculated by using the equation mass in gram by GAM. Then how can you calculate the number of atoms? That is number of moles into Avogadro's number. Then mass of an atom is equal to GAM by Na. Mass of an atom is equal to GAM by Na. നെക്സ്റ്റ് അതേപോലെ സെയിം പാറ്റേണിൽ ദ മോളിക്കുലാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ, അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18, സോ ഇറ്റ്സ് ഗ്രാം മോളിക്കുലാർ മാസ് 18 gram. ദിസ് 18 gram represents 1 GMM of water. Hence it containing Avogadro's number of molecules, that is 6.022 into 10⁻23. നിങ്ങൾ അതേ പാറ്റേൺ നോക്കിയാൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് യൂസിങ് GMM, മാസ് ഇൻ ഗ്രാം ബൈ GMM, മാസ് ഇൻ ഗ്രാം ബൈ GMM. അല്ലെങ്കിൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഇൻ ടു Avogadro's നമ്പർ. ദെൻ മാസ് ഓഫ് എ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു GMM ബൈ Na. ഗ്രാം മോളിക്കുലാർ മാസ് ബൈ Na. ഇതാണ് ഒരു മോളിക്യൂളിൻ്റെ മാസ്. ഓക്കെ, മറ്റേത് GAM ബൈ Na, Avogadro's നമ്പർ. ഇവിടെ GMM ബൈ Na. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് പറയും. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ മീൻസ് സ്റ്റോഷിയോമെട്രി മീൻസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ മീൻസ് ഇറ്റ് കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻ ദി കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ഈക്വൽ നമ്പർ ഓഫ് ഏത് നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം റിയാക്ടൻറ്റും പ്രൊഡക്റ്റിലും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീതെയിൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് മീതെയിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണുക. അപ്പോൾ മീതെയിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? 16 ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ് 16. അപ്പോൾ 1 മോൾ കിട്ടും. അപ്പോൾ 1 മോൾ മീതെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ 2 മോൾ വാട്ടർ കിട്ടുക. അപ്പോൾ മാസ് ഓഫ് വാട്ടർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം ആ കിട്ടിയിരിക്കുന്ന വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആൻസർ 36. ഓക്കെ, 36 gram കിട്ടും. അതേപോലെ സെയിം പാറ്റേൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ തിരിച്ചിട്ട് വരുന്നത് ഹൗ മെനി മോൾസ് ഓഫ് മീതെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 0.5 മോൾ കിട്ടും. എങ്കിൽ 1 മോൾ കാർബൺ ഡയോക്സൈഡിന് 1 മോൾ മീതെയിൻ. സെയിം പാറ്റേണിൽ 0.5 മോൾ ആണെങ്കിൽ അത് 0.5 മോൾ മീതെയിൻ ഉണ്ടാവും. മീതെയിനാണ് കമ്പസ്റ്റ് ചെയ്യുക. അപ്പോൾ 0.5 മോൾ മീതെയിൻ ഓക്സിജനിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 0.5 മോൾ കാർബൺ ഡയോക്സൈഡ് അവിടെ ഫോം ചെയ്യും ഈ മാസപ്രകാരം. ഓക്കെ,
ഇത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. നെക്സ്റ്റ് പാർട്ട് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അധികം ചോദിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നിൽ. ലിമിറ്റിംഗ് റിയേജൻ്റ് പറഞ്ഞാൽ ദ റിയാക്റ്റൻ്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റിയാക്റ്റൻ്റ് ആൻഡ് ലിമിറ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ്, ദിസ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അതായത് നമ്മളൊരു കെമിക്കലൈസേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ അത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് കൂടും, അത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കുറയും. അതാണ് ശരിക്കും ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അവിടെ, 5 mol A റിയാക്ട്സ് വിത്ത് 6 mol B ടു ഫോം AB2 ടു വന്ന് ഐഡൻറ്റിഫൈ ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നിങ്ങളത് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വളരെ ഈസി മെത്തേഡ് നോക്കിയോ. ആ ഇക്വേഷൻ A+2B ഗീവ്സ് AB2 ആണ്. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് മോൾസ് ഹൗ മച്ച് 5, ബിൻ്റെ നമ്പർ ഓഫ് മോൾസ് 6. ഇനി നിങ്ങളവിടെ നോക്കുക, എൻ്റെയും ബിൻ്റെയും ലെഫ്റ്റ് സൈഡിലൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ ബാലൻസ് ചെയ്ത നമ്പറാണ്. അതിനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എന്ന് പറയും, ബാലൻസ് ചെയ്ത ആ നമ്പർ. അപ്പോൾ അത് എൻ്റെ കേസിൽ 1 ആണ്, ബിൻ്റെ കേസിൽ 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആ നമ്പർ ഓഫ് മോൾസിനെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എൻ്റെ കേസിൽ 5/1, ബിൻ്റെ കേസിൽ 6/2. അപ്പോൾ നിങ്ങൾ നോക്ക്, 5/1ഉം 6/2ഉം കിട്ടി. അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണ്? 3 അല്ലേ? ഓക്കെ, 6/2 3 അല്ലേ? ആ 3 ഉണ്ടാക്കിയത് ആരാണ്? ആ വാല്യൂ, ആ 3 എന്നുള്ള വാല്യൂ ഉണ്ടാക്കിയത് ആരാണ്? ഏത് റിയാക്റ്റൻ്റ് ആണ്? ബി എന്നുള്ള റിയാക്റ്റൻ്റ്. സോ ബി ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, ക്ലിയർ? ആ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ നിങ്ങൾ ബാക്കിയുള്ള മറ്റേ റിയാക്റ്റൻറ്റിനോട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്താൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതാണ് എക്സസ് റിയാക്റ്റൻറ്റ്. ഇനി അതേ ലിമിറ്റിംഗ് റിയേജൻറ്റ് സെയിം റേഷ്യോ വെച്ചിട്ട് ആരോട്? റൈറ്റ് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. പ്രൊഡക്റ്റിനോട് കണക്ട് ചെയ്താൽ നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഇതേ പാറ്റേണിലൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോ. ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടോ. 50 kilogram നൈട്രജൻ റിയാക്ട്സ് വിത്ത് 10 kilogram ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് അമോണിയ. ഇത് പറയുന്ന ഇവിടെ കാൽക്കുലേറ്റ് ദി മാക്സിമം എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മാസ് ഓഫ് നൈട്രജൻ ഹൗ മച്ച്? 50 kilogram. അങ്ങനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 50,000 gram. ഓക്കെ, സ്ക്രീൻ നോക്കി ശരിക്കും. പിന്നെ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ എന്നുള്ളത് 28 gram ആണ്. ഓക്കെ, എങ്കിൽ ഹൗ കെൻ യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്? ഈസി. ആ 50,000/28 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 1785.7 mol എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സെയിം പാറ്റേണിൽ നമ്പർ ഓഫ് മോൾസ് ഹൈഡ്രജൻ കാണും. അപ്പോൾ എങ്ങനെ കാണില്ല? അതിൻ്റെ മാസ്, അതായത് 10 kilogram, 10,000 gram ഡിവൈഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് ഹൗ മച്ച്? 2. അപ്പോൾ നമുക്ക് 5,000 മോൾ കിട്ടും. ഇപ്പം നമ്മൾ ചെയ്തത് യൂസിങ് ദ ഗിവൺ മാസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സെറ്റ് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? N2 + 3H2 gives 2NH3. N2 + 3H2 gives 2NH3. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഞാൻ അതിൽ N കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന അത്രയാണ് 1785.7. മറ്റേത് ഹൈഡ്രജൻ്റെ കിട്ടിയിരിക്കുന്നത് 5,000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ നോക്കിയാൽ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ N2 + 3H2 gives 2NH3 ഇക്വേഷൻ്റെ നമ്പർ നോക്കിയാൽ മനസ്സിലാവും എത്രയാണ്. നൈട്രജൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് 1 ആണ്, ഹൈഡ്രജൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ നമുക്കതും കിട്ടി. ദെൻ നമ്പർ ഓഫ് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ്, അത് നൈട്രജൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1785.7/1, ദാറ്റ് ഈസ് ഈക്വൽ ടു അതന്നെ. ദെൻ 5,000/3 എത്ര കിട്ടും? 1666.6 കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ ഏതാ ലീസ്റ്റ് വാല്യൂ? 1666.6 അതാണ് ലീസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലീസ്റ്റ് നമ്പർ ഉണ്ടാക്കിയത് ആര്? ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതുകൊണ്ട് ഹൈഡ്രജനാണ് ഇവിടുത്തെ എന്ത്? ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഈ മാക്സിമം എമൗണ്ട് ഓഫ് അമോണിയ ഫോം ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ് ഈക്വൽ ടു, ബിക്കോസ് ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്, ദാറ്റ് ഈസ് കൂടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ബൈ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ 5,000/3 ദാറ്റ് ഈസ് കൂടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ബൈ 2. അപ്പോൾ നമുക്കതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടും. എത്ര കിട്ടും? പിന്നെ 3,333.33 മോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസിങ് നമ്പർ ഓഫ് മോൾസ് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് മാസ്?
അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ നമ്പർ ഓഫ് മോസിന് അതിൻ്റെ അമോണിയയുടെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോസ് ഇൻറ്റു 17. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും, 56,666.61 ഗ്രാം കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം 56.66 കിലോഗ്രാം എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടും. ഇപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടിയാൽ ആ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.